എല്ലാ ദിവസവും നമ്മളെ നോർമൽ ചോറും കറിയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ചെറിയൊരു മാറ്റം വരുത്തിയാലോ എന്ന്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ നെയ്ച്ചോറും കോളിഫ്ലവറിൻ്റെ കറിയായിരുന്നു. അതായത് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ അരി എന്ന് പറയുന്നത് ഇവിടുത്തെ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ബിരിയാണി അരിൻ്റെ ആ ഒരു മണോ കാര്യമൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടി കട്ട പിടിച്ച് പോകുമെന്നൊക്കെ. പക്ഷേ സംഭവം കിടുമായിരുന്നു. നല്ല ചോറായിരുന്നു. അല്ല വിട്ട് വിട്ട് നിൽക്കുന്ന കുഞ്ഞി അരിയുള്ള ചോറ്. പക്ഷെ മണവും ഇല്ലായിരുന്നു. നമുക്ക് ബിരിയാണി അരി കുറച്ചൊരു മണം ഉണ്ടാവുമല്ലോ, നമ്മളെ നാട്ടിലത്തെ ജീരകശാല റൈസൊക്കെ ആണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ചോറാക്കിയതിന് ശേഷം പിന്നെ ഞാനിതാ നമ്മളെ ഗോബി മഞ്ചൂരിയൻ ആക്കലാണ്. അപ്പോൾ അതിന് വേണ്ട മസാലയൊക്കെ ആക്കിയെടുക്കാൻ ബാറ്റർ ഉണ്ടാക്കിയെടുക്കലാണ്. നമ്മളെ മൈദയും കോൺഫ്ലോറൊക്കെ ഇട്ടിട്ടൊരു ബാറ്റർ ആക്കിയിട്ട് അതിനകത്തേക്ക് കോളിഫ്ലവറിനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുത്തതായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ അത്ര പെർഫെക്റ്റ് റെസിപ്പി ഒന്നല്ല, ഞാൻ എൻ്റേതായ രീതിയിലാക്കിയതാണ്. ഞാനിതാക്കാൻ കാര്യം തന്നെ അതിൻ്റെ മുന്നേ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ഒരു ചേച്ചി എനിക്ക് ഈ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം അതിനകത്തെ കുറേ ബാക്കിയുള്ള എണ്ണയൊക്കെ ഞാൻ എടുത്തിങ്ങ് മാറ്റി വെച്ച് എന്നിട്ട് സെയിം പാനിൽ തന്നെ നമ്മൾ നോർമലി എങ്ങനെയാണോ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയാണല്ലോ നമ്മൾ ഗോബി മഞ്ചൂരിയൻ്റെ ഇത് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത്, പിന്നെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല. ബാക്കി ഉള്ളി വഴറ്റി പിന്നെ സോസുകളൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് കോൺഫ്ലോറൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ തൂവി കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ലൂസാവാനുണ്ടായിരുന്നു. പക്ഷേ സംഭവം കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാന്ന്. റൈസ് കണ്ടാൽ നല്ല രസമില്ല, നല്ല നെയ്ച്ചോറായിരുന്നു. എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.